ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അരുന്ധതിയുടെ വീടാണ്. വിസ്മയുടെ പാട്ട് ഗംഭീരമായിട്ടുണ്ടെന്ന് പറഞ്ഞ് അടുത്ത പാട്ടിനുള്ള അഡ്വാൻസ് കൊടുക്കുകയാണ് പ്രൊഡ്യൂസറും ഡയറക്ടറും ചേർന്ന്. അങ്ങനെ അവരവിടെ നിന്നിറങ്ങുമ്പോൾ അരുന്ധതി പറയുകയാണ്, ഇനി ആ ശ്യാമയെ എന്ത് പറഞ്ഞ് പാട്ടുപാടാൻ കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല. ഇനി എന്താണെങ്കിലും സെന്റിമെന്റ്സ് ഒന്നും നടക്കില്ല മമ്മി. അല്പം പണം കൊടുത്തു തന്നെ കൈകാര്യം ചെയ്യാം. പണം കാണുമ്പോൾ എന്താണെങ്കിലും അവളുടെ കണ്ണ് മഞ്ഞളിക്കാതിരിക്കില്ല. അതുമല്ല, ഇനി അടുത്ത പാട്ട് റെക്കോർഡിങ്ങിന് നമുക്ക് കുറേ അധികം സമയവുമുണ്ടല്ലോ. അതുകൊണ്ട് ടെൻഷൻ ആകേണ്ട കാര്യവുമില്ല. എന്താണെങ്കിലും ഈ പാട്ട് വിജയിച്ചതിന്റെ സന്തോഷത്തിൽ നമുക്കൊരു ഔട്ടിങ് പോയാലോ എന്ന് വിസ്മയ ചോദിക്കുമ്പോൾ അതിനെന്താ, നമുക്ക് പോകാമെന്ന് അരുന്ധതിയും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. ആനിവേഴ്സറിക്ക് അഖിലിന് ഗിഫ്റ്റ് കൊടുക്കാൻ എന്തെങ്കിലും വാങ്ങണമെന്നും പക്ഷെ അതിന് പണമില്ലല്ലോ എന്നും ശ്യാമ അപ്പുവിനോട് പറയുകയാണ്. അച്ഛനോട് ചോദിച്ചാലോ എന്ന് അപ്പു പറയുമ്പോൾ വേണ്ടെന്നും അച്ഛൻ്റെ കയ്യിലൊന്നും കാണില്ലെന്നും ശ്യാമ പറയുന്നു. എന്താണെങ്കിലും ചേച്ചിയുടെ ഉണ്ണിക്കണ്ണൻ എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ലെന്ന് അപ്പു പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വിസ്മയയാണ്. വിസ്മയ ശ്യാമയെ കാണാനായി വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ ശ്യാമ വന്നതിന് ശേഷം വിസ്മയ പറയുകയാണ്, ശ്യാമയുടെ പാട്ട് സൂപ്പർ ഹിറ്റ് ആയല്ലോ, ഞാൻ കേട്ടിരുന്നു, നല്ല പാട്ട് തന്നെ ആയിരുന്നു. പിന്നെ ഞാനിപ്പോൾ വന്നത് ശ്യാമയ്ക്ക് ഒരു കൂട്ടം തരാനാ. അത്രയും പറഞ്ഞ് കുറച്ച് പണം ശ്യാമയുടെ കയ്യിലേക്ക് നൽകുകയാണ് വിസ്മയ. ഇതെന്താണെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അത് പിന്നെ പാട്ട് ഹിറ്റായതിൻ്റെ പ്രതിഫലമാ. ഇതിനു മുമ്പ് ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇന്നേ വരെ ചെയ്തതിന് ഞങ്ങൾക്ക് കുറ്റബോധമുണ്ടെന്ന് വിസ്മയ പറയുന്നു. മമ്മിക്ക് ശ്യാമയുടെ മുഖത്തേക്ക് നോക്കാനേ ഒരു മടിയാ, അതാ വരാതിരുന്നത്. തുടർന്ന് ശ്യാമ ചോദിക്കുകയാണ്, എന്നെക്കൊണ്ട് വീണ്ടും പാട്ട് പഠിപ്പിക്കാനുള്ളൊരു തന്ത്രമല്ലേ ഇത്? പശ്ചാത്താപം കൊണ്ട ശ്യാമ ഞാൻ വന്നത്, നീ എന്താ മനസ്സിലാക്കാത്തത്? ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, അതെ, ഇനി നിങ്ങളുടെ അടവൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. പിന്നെ അമ്മയുടെയും മോളുടെയും അടുത്ത് ഒരു കാര്യം പറയാൻ കൂടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇനി പഴയ എഗ്രിമെന്റ് പാട്ട് എന്നൊന്നും പറഞ്ഞ് അമ്മയും മകളും എൻ്റെ അടുത്തേക്ക് വരരുത്. ഇനി ശ്യാമ പാടുന്നതേ ഈ ശ്യാമയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും, അത് ഓർമ്മയിലിരിക്കട്ടെ. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ ശ്യാമ അവിടെ നിന്ന് പോവുകയാണ്. ഇതെല്ലാം കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വിസ്മയ. പിന്നീട് കാണിക്കുന്നത് അഖിലിന്റെ പച്ചക്കറി കടയാണ്. അങ്ങോട്ടേക്ക് അരുണും ഐശ്വര്യയും കൂടി ചെല്ലുകയാണ്. ഞങ്ങള് നിന്റെ ആനിവേഴ്സറിയുടെ പർച്ചേസിങ്ങിന് വേണ്ടി ഇറങ്ങിയതായിരുന്നു. അപ്പോൾ കരുതി ഇതുവഴി പോകുന്നത് കൊണ്ട് നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് എന്നൊക്കെ അരുൺ പറയുമ്പോൾ ഐശ്വര്യ ചോദിക്കുകയാണ്, അല്ലാഗി നീ എന്താ ശ്യാമയ്ക്ക് ഗിഫ്റ്റായിട്ട് വാങ്ങിയത്? എൻ്റെ ആനിവേഴ്സറിക്ക് അരുണേ എനിക്ക് 1,00,000-ൻ്റെ ഡയമണ്ട് നെക്ലേസാണ് തന്നത്. നീ എന്താണെങ്കിലും അതിൽ കുറയാത്തൊരു സമ്മാനം തന്നെ ശ്യാമയ്ക്ക് കൊടുക്കണം. അല്ല, നീ ഞങ്ങളുടെ കൂടെ വരുന്നോ? അയ്യോ, ഈ വേഷത്തിൽ നിനക്ക് വരാൻ പറ്റില്ലല്ലോ അല്ലേ? അല്ല, നിനക്കിപ്പോൾ പോകണമെങ്കിൽ ഓട്ടോയോ മറ്റോ വിളിക്കേണ്ട വരില്ലേ? കുറേ നേരം കാത്തു നിൽക്കേണ്ടിയും വരില്ലേ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇത് കേൾക്കുന്ന അരുൺ പറയുകയാണ്, മതി, കുറേ നേരമായി തുടങ്ങിയിട്ട്, വാ പോകാം. അത്രയും പറഞ്ഞ് അരുൺ ഐശ്വര്യം കൊണ്ട് പോവുകയാണ്. അതേസമയം ഐശ്വര്യയുടെ വാക്കുകളൊക്കെ കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ് അഖിൽ. തുടർന്ന് തൻ്റെ കയ്യിലുള്ള പൈസയിലേക്ക് നോക്കി അഖിൽ പറയുകയാണ്, 1000 രൂപ പോലും തികച്ചില്ലല്ലോ. നാളെ ശ്യാമയ്ക്ക് എന്തെങ്കിലും നല്ലൊരു ഗിഫ്റ്റ് തന്നെ കൊടുക്കണം. പക്ഷേ എന്തു ചെയ്യും? പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. പണത്തിനു വേണ്ടി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് ശ്യാമയും അപ്പുവും. തുടർന്ന് അപ്പു പറയുകയാണ്, അല്ല, ശ്യാമച്ചിയുടെ ട്യൂഷൻ അഡ്വാൻസിൻ്റെ തുകയെല്ലാം ജയന്തിയേട്ടത്തിയുടെ കയ്യിലില്ലേ? നമുക്ക് ജയന്തിയേട്ടത്തിയോട് പലിശയ്ക്ക് ചോദിച്ചാലോ? അത് നല്ലൊരു ഐഡിയ തന്നെയാണ്, നമുക്ക് ചോദിക്കാമെന്ന് ശ്യാമ പറയുന്നു. അതേസമയം പണത്തിനായി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് അഖിൽ. അപ്പോഴാണ് നേരത്തെ ഓർഡർ കൊടുത്ത ഒരാൾ അങ്ങോട്ടേക്ക് വരികയും അയാൾ ഫോണിൽ സംസാരിക്കുന്നതും അഖിൽ കേൾക്കാനിടയുണ്ടാകുകയും ചെയ്യുന്നു. എന്ത് പറ്റിയെന്ന് അഖിൽ ചോദിക്കുമ്പോൾ പാചകത്തിന് സഹായത്തിന് ഒരാൾ വരാമെന്ന് പറഞ്ഞിരുന്നെന്നും ഇപ്പോൾ അയാൾ വരില്ലെന്ന് പറയുന്നെന്നും അയാൾ പറയുന്നു. ആരെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ 5000 രൂപയെങ്കിലും ഞാൻ കൊടുത്തേനെ. നാളെ വെളുപ്പിനെ പണിയെല്ലാം തീർക്കേണ്ടതാണെന്നും അയാൾ പറയുമ്പോൾ അഖിൽ പറയുകയാണ്, എങ്കിൽ ഞാൻ വരാം. മുൻപരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതില്ലെന്ന് അഖിൽ പറയുന്നു. എന്താണെങ്കിലും കുഴപ്പമില്ല, ഇയാൾ പോരാൻ അയാൾ പറയുമ്പോൾ അഖിലിന് സന്തോഷമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. ജയന്തിയോട് ശ്യാമ പൈസ ചോദിക്കുന്നുണ്ടെങ്കിലും ജയന്തി കൊടുക്കുന്നില്ല. അങ്ങനെ അവർ വിഷമിച്ചിരിക്കുമ്പോൾ GKയും പ്രൊഡ്യൂസറും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. ശ്യാമേ, കൃഷ്ണതുളസിയുടെ പാട്ട് ഹിറ്റായിട്ടുണ്ട്, അടുത്ത പാട്ടിൻ്റെ അഡ്വാൻസ് തരാനാണ് ഞങ്ങൾ വന്നത്. ഇത് കേൾക്കുന്ന ശ്യാമയ്ക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് GK സാറ് അഡ്വാൻസ് തുക ശ്യാമയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഇത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന ശ്യാമയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.